ബ്രേക്കിംഗ്. PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സാക്കി ഉയർത്തി. പ്രായപരിധി 4 വർഷം കൂടി കൂട്ടിയിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായിട്ടുണ്ട്. ചന്തു, സുപ്രധാനമായ തീരുമാനം. സേതുലക്ഷ്മി, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. PSC പരീക്ഷയ്ക്ക് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ 36 വയസ്സാണ് ഇപ്പോൾ പ്രായപരിധി. ആ 36 വയസ്സ് 40 വയസ്സായി ഉയർത്താനുള്ള തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നത്. മാത്രമല്ല 39 വയസ്സ് വരെയാണ് SC ST വിഭാഗങ്ങൾക്ക് ഇപ്പോൾ PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാവുന്ന പ്രായപരിധി. അത് കൂട്ടി 45 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിലെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായി എടുത്താണ് ഈ പ്രായപരിധി ഉയർത്താനുള്ള സുപ്രധാനമായ തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. വളരെ ജനകീയമായ ഉദ്യോഗാർത്ഥികളെ ഒക്കെ സംബന്ധിച്ച് വലിയ സന്തോഷം പകരുന്ന ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ പ്രായപരിധി കഴിയാറായ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ അവർ സമരവുമായി എത്തുന്ന കാഴ്ചകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം ആശ്വാസമാകുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റുകൾക്ക് ബാധകമാകുമോ അതോ ഇനി മുതൽ ആണോ ഇത്തരത്തിലൊരു തീരുമാനം പ്രാവർത്തികമാകുമോ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജനകീയമായ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നു. ഔട്ട് ഓഫ് അജണ്ടയായി ഈ വിഷയം കൊണ്ടുവന്ന് തീരുമാനം എടുത്തതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനറൽ കാറ്റഗറി 36 വയസ്സ് വരെ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ പരീക്ഷകൾക്കും ഈ പ്രായപരിധി ഇപ്പോൾ ബാധകമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 36 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇനി 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിയിൽ ഈ പരീക്ഷ എഴുതാൻ കഴിയും. SC ST വിഭാഗങ്ങൾക്ക് 39 വയസ്സിൽ നിന്നും അവർക്ക് 45 വയസ്സ് വരെയും പരീക്ഷ എഴുതാനാകുമെന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാനത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് ഈ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം കൂടി തീരുമാനം വരുമ്പോൾ അത് ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ PSCക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് അത് എത്ര കണ്ട് സന്തോഷം ജനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഓരോ ആൾക്കാരും അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും ഒക്കെ മാറ്റി വെച്ചാണ് PSCക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയും അവരുടെ സമയങ്ങളൊക്കെ ചിലവഴിക്കുന്നത്. പക്ഷെ പ്രായം കടന്നു പോകും തോറും ടെൻഷനായിരിക്കും ഇവർക്കൊക്കെ ഈ ഉദ്യോഗാർത്ഥികൾ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നിർണായകമായ ഒരു തീരുമാനം. ഇതിപ്പം ഈ ഔട്ട് ഓഫ് അജണ്ട ആയിട്ട് കൊണ്ടുവരാനുള്ള അതെങ്ങനെയായിരുന്നു ചന്തു? ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് സേതുലക്ഷ്മി. കാരണം ഇന്നത്തെ അജണ്ടയ്ക്കകത്ത് ഈ PSCയുടെ പ്രായപരിധി കൂട്ടുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔട്ട് ഓഫ് അജണ്ടയായി ഈ വിഷയം എത്തുകയും അതിൽ സർക്കാർ തീരുമാനം എടുത്തു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇത് സംബന്ധിച്ച് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. PSC ഇത് സംബന്ധിച്ചൊരു ശുപാർശ സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ആ ശുപാർശ ഇന്ന് ഔട്ട് ഓഫ് അജണ്ടയായി പരിഗണിക്കുകയായിരുന്നു എന്ന് സംബന്ധിച്ചും പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഇപ്പോൾ കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റുകൾക്ക് ഇത് ബാധകമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ആ വ്യക്തത അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയാണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾ, നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ PSC പരീക്ഷ എന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ വളരെ മത്സരാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. അവരുടെ കോളേജ് തലം ഉദ്യോഗാർത്ഥികളൊക്കെ കോളേജ് തലം കഴിയുമ്പോൾ മുതൽ PSC പരീക്ഷ എന്ന സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർക്ക് പല ലിസ്റ്റുകളിലും ഉൾപ്പെടുകയും പിന്നീട് പ്രായപരിധി അവസാനിച്ചതിന് ശേഷം ലിസ്റ്റിൽ നിന്നും പുറന്തള്ളപ്പെടുകയും അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യവും ഉണ്ടാകും. അത്തരത്തിൽ നിരവധി സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു കഴിഞ്ഞ നാളുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ സംബന്ധിച്ച് ഈ തീരുമാനം ആശ്വാസമാകുമോ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഏത് തരത്തിലാണ് നടപ്പാക്കുന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും സർക്കാർ ഇപ്പോൾ ഈ പ്രായപരിധി 36 നിന്ന് ജനറൽ വിഭാഗത്തിന് 36 നിന്നും 40 ഉയർത്തിയിരിക്കുന്നു. അത് SC SC വിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 39 നിന്നും 45 മാറ്റിയിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ ചന്തു, ശരി. നമ്മൾ സമീപകാലത്ത് കേട്ടതിൽ വെച്ച ഏറ്റവും
നല്ലൊരു തീരുമാനത്തിലേക്ക് വരുന്നു. ഒരുപാട് പേരെ സന്തോഷത്തിലാക്കുന്ന ഒരു തീരുമാനം ഈ മന്ത്രിസഭയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ PSCക്കൊക്കെ എഴുതുന്നവർക്ക് അറിയാം എത്ര കണ്ടാണ് അവർ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ 36 4 വർഷം കൂടെ കിട്ടുമ്പം അത് അത്രയും പ്രധാനപ്പെട്ട അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നല്ലൊരു തീരുമാനം. ആ നല്ല തീരുമാനത്തിലൊരു കയ്യടിയോടുകൂടി നമുക്ക് അടുത്തൊരു വാർത്ത